ഗൈസ് 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും സാംസങ് ഗാലക്സി S25 സ്ലിം. അതുകൊണ്ട് തന്നെ സാംസങ് ഗാലക്സി S25 സ്ലിം ലോഞ്ച് ആവുന്നില്ല. ലോഞ്ച് ആവുന്നുണ്ട്, പക്ഷെ ലോഞ്ച് ആവുന്നില്ല. സംഭവം വേറെ ഒന്നുമല്ല, സിലിക്കൺ കാർബൺ ബാറ്ററീസ് ഇപ്പോൾ പോപ്പുലറായി തുടങ്ങിയത് കൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകളെല്ലാം കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയിൽ കുറവ് തടിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഡിവൈസിലെ സാംസങ് ഗാലക്സി Z Fold 6 ഇതിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയായിരുന്നു. എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല. ആൻഡ് ആ സ്പെഷ്യൽ എഡിഷൻ ഇതിനേക്കാളും എത്രയോ തിന്നറാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന S25 സ്ലിം ആയിരിക്കും സാംസങ് ഇന്നേ വരെ ഇറക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നു. കുറെ നാളായിട്ട് ലീക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവസാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലീക്ക് ഓൺ ലീക്സ് ഇന്ന് വന്നു തുടങ്ങി. ഓൺ ലീക്സിന്റെ സ്മാർട്ട് പ്രിക്സിന്റെ കൊളാബറേഷനിൽ കുറെ അധികം 4K അല്ല 5K റെൻഡേഴ്സ് വന്നിട്ടുണ്ട്. സോ ഏകദേശം ഇത്തരത്തിലായിരിക്കും സാംസങ് ഗാലക്സി S25 സ്ലിം ഇരിക്കുന്നത്. ഇത് എത്ര തിന്നാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് 6.4 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തടി. ആൻഡ് ക്യാമറ മോഡുകൾ കൂട്ടുവാണെങ്കിൽ ഒരു 8.3 മില്ലിമീറ്റർ തിക്നെസ് വരും. ഇപ്പൊ കാണുന്ന പല സ്ലിം ആയിട്ടുള്ള ഫോണുകളും ക്യാമറ മോഡുകൾ ഉൾപ്പെടുത്താതെ തന്നെ 8 മില്ലിമീറ്റർ ഒക്കെയാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു ഐഡിയ വേണമെങ്കിൽ ഇപ്പൊ വരാൻ പോകുന്ന ഗാലക്സി S25 അൾട്ര ഇല്ലേ, അത് ഏകദേശം ഒരു 8.3 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത് ക്യാമറ മോഡുകൾ കൂട്ടാതെ. പക്ഷേ ഇതോ ക്യാമറ മോഡുകൾ കൂട്ടാതെ 6.4 മില്ലിമീറ്റർ തിൻ. അപ്പൊ ആലോചിക്കണം എത്രത്തോളം സ്ലിം ആയിരിക്കും എന്ന്. അതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് ഏകദേശം ഒരു 6.7 ഇഞ്ചിൽ നിന്നും 6.8 ഇഞ്ചിന്റെ ആ ഒരു ലെവലിലാണ്. S25 അൾട്രയുടെ ഡിമെൻഷൻസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് S25 അൾട്രയുടെ ഡിമെൻഷൻസ് വരുന്നത്. എന്നാൽ S25 സ്ലിമ്മിന്റെ ഡിമെൻഷൻസ് നോക്കുവാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും. അതായത് 1.6 മില്ലിമീറ്റർ നാരോവർ, 3.8 മില്ലിമീറ്റർ ഷോർട്ടർ ആൻഡ് 1.8 മില്ലിമീറ്റർ സ്ലിമ്മർ. ഇനി റെൻഡേഴ്സ് പ്രകാരം ബാക്ക് സൈഡിലുള്ള ക്യാമറ മോഡുകൾ നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കാണുന്നത്. S25ഉം S24ഉം എല്ലാം വരുന്ന ആ ഒരു സെയിം രീതിയിൽ. ആൻഡ് ടോട്ടലി മെറ്റൽ ഫ്രെയിം ആണ്, ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. എന്നാൽ ഇതിന്റെ ഡിസ്പ്ലേയുടെ ബെസൽസ് നോക്കുവാണെങ്കിൽ ഇതുവരെയും ഇത്രയും സ്ലിം ആയിട്ടുള്ള ബെസൽസ് വേറെ ഒരു ഫോണിലും വന്നിട്ടുണ്ടാവില്ല. S25 സീരീസിൽ ആ എൻറ്റയർ ലൈനപ്പിൽ ഇത് തന്നെയായിരിക്കും. ആൻഡ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിന്നസ്റ്റ് ബെസൽ ആയിരിക്കും വരുന്നത്. ഈവൻ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും എല്ലാം ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടലി ഒരു സ്ലിം ഔട്ട്ലുക്ക് ആണ് തരുന്നത്. താഴെ നിങ്ങൾക്ക് സിംഗിൾ സ്പീക്കർ കിട്ടും, USB Type-C പോർട്ടും മൈക്രോഫോണും വരുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി സ്ക്രീൻ ഫ്ലാറ്റ് ആണ് എൻറ്റയർ S25 ലൈനപ്പിലും. നേരത്തെ സാംസങ്ങിന്റെ ഗാലക്സി A8 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ആയിരുന്നു തിന്നസ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ടൈറ്റിൽ ഹെൽഡ് ചെയ്തത്. പക്ഷെ ആ ഫോണിന് ഒരു പ്രശ്നം ഉണ്ടായി. ഏകദേശം 3000 mAh എന്തോ ബാറ്ററി മാത്രമേ ഉള്ളൂ. സോ ബാറ്ററി ലൈഫിൽ നല്ലൊരു വിട്ടുവീഴ്ച വരുത്തിയിട്ടാണ് അവർ സ്ലിം ആക്കിയത്. പക്ഷേ ഇത്തവണ S25 സ്ലിമ്മിന്റെ കാര്യത്തിൽ ബാറ്ററിയിലും വിട്ടുവീഴ്ച ഇല്ലാതെയാണ് സ്ലിം ആക്കിയിരിക്കുന്നത്. സോ ബാക്കിലുള്ള 3 ക്യാമറകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൈമറി ക്യാമറ 200 മെഗാ പിക്സലിന്റെ ആയിരിക്കും. അത് സാംസങ്ങിന് തന്നെ HP5 എന്ന് പറഞ്ഞ സെൻസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്ലി 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, അത് സാംസങ്ങിന്റെ JN5 സെൻസർ. കൂടെ ഒരു 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. ഒരു 3.5x ഓപ്റ്റിക്കൽ സൂം ആണ് തരുന്നത്. പക്ഷേ ഈ ഒരു ഒപ്റ്റിക്കൽ സൂം ഉള്ള സമയത്ത് നമുക്ക് പെരിസ്കോപ്പ് ക്യാമറ വെക്കണമെങ്കിൽ ആ ഒരു സ്ലിംനെസ്സിനെ അഫക്ട് ചെയ്യും. അത് വരാതിരിക്കാനായിട്ട് ഇപ്രാവശ്യം അവർ ALOP ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് സാധാരണ ഒരു പ്രിസം വന്നിട്ട് പിന്നീടാണ് ലെൻസ് വരുന്നത്. പകരം ഈ ലെൻസിനെ പ്രിസമിന്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജി. എന്നാൽ ഡിവൈസിന്റെ ഉള്ളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ് വരുന്നത്. 12GB റാം ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആണ് ആൻഡ് 1 UI 7. Geekbench സ്കോർ ഏകദേശം 3005 ആണ് സിംഗിൾ കോറിന് വന്നിരിക്കുന്നത്. ആൻഡ് ഏകദേശം 6945 ആണ് മൾട്ടി കോറിന് വന്നിരിക്കുന്നത്. ബട്ട് ഇതെല്ലാം ഡെമോ ഡിവൈസസ് ആണ് എന്നുള്ളതുകൊണ്ട് പ്രാക്ടിക്കലി അത്രയും കിട്ടുമെന്നറിയില്ല. ബട്ട് സ്റ്റിൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമാണ് ഈ ഡിവൈസ് ഈ ഒരു ജാനുവരി 22 ഉള്ള ഇവന്റിൽ അനൗൺസ് ചെയ്യുമെങ്കിലും ലോഞ്ച് ചെയ്യുന്നില്ല ഇപ്പോഴത്തേക്ക്. അവർ ഉദ്ദേശിക്കുന്നത് ഈ ഡിവൈസ് ഏകദേശം ഒരു മെയ് ആവുമ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ജസ്റ്റ് അനൗൺസ് മാത്രമായിരിക്കും ഈ ഒരു ജാനുവരി 22 ഇവന്റിൽ നടത്താൻ പോകുന്നത്. ആൻഡ് എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഒരു ജാനുവരി 22 ഇവന്റിൽ തന്നെ ഈ ഒരു കാര്യം അനൗൺസ് ചെയ്ത് ലോഞ്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള S25 ലൈനപ്പിലേക്ക് ശ്രദ്ധ തീരെ പോകാതെയാവും. ആൻഡ് ആ ഫോണുകൾ ആരും പ്രിഫർ ചെയ്യാതെ സ്ലിം മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം മേ ബി അനൗൺസ്മെന്റ് ഇപ്പോഴും എൻ്റെ മെയിൻ ലോഞ്ച് മെയിലേക്കും മാറ്റിയിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് S25 സ്ലിമ്മിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള ലീക്സ്. ആൻഡ് വെൽ ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റുഡിയോയിലല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്. ബട്ട് ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ എത്രയോ പ്രധാനമാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആൻഡ് ഇത്തരത്തിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ചില ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.